ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിങ് നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഈ ചാനൽ നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് എല്ലാവരുടെയും റിലേഷൻഷിപ്പ് ഒരുപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മളൊരു പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്, 2 സ്റ്റോണും വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റോണാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഇത് റോസ് ക്വാർട്സിൻ്റെ ക്രിസ്റ്റലാണ്. ഇത് ഗ്രൗണ്ടിങ്ങിന് വെക്കുന്ന നോർമൽ സ്റ്റോണാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചോയ്സ് വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഈ കാർഡ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പൈല് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പൈലാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ പൈല് സെലക്ട് ചെയ്യാം. അതല്ല കളർ വെച്ചിട്ടാണെങ്കിൽ സ്റ്റോൺ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ 1, ഇത് പൈൽ 1 ആൻഡ് ഇത് പൈൽ 2 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ പൈൽ ഏതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈൽ നമ്പർ 1 എന്താണെന്ന് റീഡ് ചെയ്യാം. പൈൽ നമ്പർ 1 നോക്കാം. പൈൽ നമ്പർ 1. ഓക്കെ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഇനി ഈ പൈല് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റേ പൈലും കൂടെ വേണമെങ്കിലൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണം നിർബന്ധമില്ല. റെസണേറ്റ് ആവുന്നതിന് മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ്, അതുപോലെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കാം. എന്താണ് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പാസ്റ്റ് ഡെവിളാണ്, പ്രസൻറ്റ് ക്വീൻ ഓഫ് കപ്സ് ആണ്, ഫ്യൂച്ചർ എംപററാണ്, ബോട്ടം വന്നിരിക്കുന്നത് 5 ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വേറെ ടാരോ കാർഡ്സ് വെച്ചിട്ട് ഇതിന് ക്ലാരിറ്റി എടുക്കാം. ഇതിൽ പാസ്റ്റ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ വിസിബിൾ ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന 2 പേരായിരുന്നിരിക്കും. അതായത് അൺനോൺ ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് ഒട്ടും ആക്സസ് ഇല്ലാത്ത, മറ്റുള്ളവർ അറിയാത്ത ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നവരായിരിക്കാം നിങ്ങൾ. അവിടേക്ക് ഒരു തേർഡ് പാർട്ടി എൻട്രി വന്നതായിട്ടാണ് കാണുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളതായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവർ കൺട്രോൾ ചെയ്തതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി, നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻറ്റിമസി നഷ്ടപ്പെട്ടു പോയതായിട്ടും അതിൻ്റെ കൺട്രോള് തേർഡ് പാർട്ടിയിലേക്ക് പോയതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു സാഹചര്യം, എന്തായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ സംഭവിച്ചത് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിരിക്കുന്നത്, ഡബിൾ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? വളരെ സ്ട്രോങ് ആണ് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് കാണുന്നുണ്ട്. വളരെ ഈവിളായിട്ടുള്ള, വളരെ നെഗറ്റീവ് എനർജീസ് ഉള്ള ആളുകളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നത്. അതുപോലെ ഒരു ഡബിൾ എനർജി വന്നിട്ടുള്ളത് 2 ഓഫ് വാൺസ്, ഏസ് ഓഫ് സോഡ്സ്, പേജ് ഓഫ് വാൺസ്, 3 ഓഫ് വാൺസ് ആൻഡ് 7 ഓഫ് സോഡ്സ്. ചാരിയറ്റ് എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഡെവലപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ തോന്നുന്നുണ്ട്. ഓവർ ഫോൺ, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫോണിലൂടെ ആയിരുന്നിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഗ്രോ ചെയ്തിട്ടുള്ളത്, പാസ്റ്റിൽ ഗ്രോ ചെയ്തിട്ടുള്ളത് 2 ഓഫ് വാൺസ് ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാവാം. ചിലപ്പോൾ ഇത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ 2 പേരും 2 അടുത്ത് നിന്നുകൊണ്ട് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെവലപ്പായി വന്നിട്ടുള്ളത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ അവിടെ ചില ക്ലാരിറ്റി പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ക്ലാരിറ്റി ഇല്ലാതെ വരിക, അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്.
ദെൻ പേജ് ഓഫ് വാൺസ് പക്ഷേ നിങ്ങൾ വളരെയധികം അഡ്മിറേഷനോടുകൂടി ഇരുന്നായിട്ട് വളരെയധികം സ്നേഹത്തിലിരുന്നായിട്ട് കാണുന്നുണ്ട്. അതിനുശേഷം 3 ഓഫ് വാൺസ് ചിലപ്പോൾ നിങ്ങളിൽ ഒരാൾ വിദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് പോവുകയോ ചെയ്തിട്ടുണ്ട്. ഇത് 3 ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് എൻ്റർ ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവർ വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അടുത്ത ട്രാൻസ്ഫറായി പോവുകയോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടുള്ളവരായിരിക്കാം. അങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എമേർജ് ആയതായിട്ട് കാണുന്നുണ്ട്. അയാൾ അങ്ങനെ പോയതായിട്ടും ഒരു 7 ഓഫ് സോർട്സ് ഒരു ചതി നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ചതി, ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എമേർജ് ആയതുകൊണ്ട് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും അതിൽ പങ്കാളിയായതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ 7 ഓഫ് സോർട്സ് നിങ്ങളെ ചതിച്ചിട്ട് തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് ഇയാൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോയപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നതായിട്ടും റിലേഷൻഷിപ്പ് ഒരു 7 ഓഫ് സോർട്സ് ഒരു ചതിയുടെ അവസ്ഥയിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ മനഃപൂർവ്വമായിട്ട് അയാൾ മാറ്റി നിർത്തിയതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഓക്കെ ചതിയിലൂടെ മാറ്റി നിർത്തിയതായിട്ടാണ് കാണുന്നത്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇതാണ് പാസ്റ്റിൽ നടന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. ഇനി അതിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് വളരെയധികം ട്രോമാസ് മനസ്സിൽ കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അൺകണ്ടീഷണൽ ലവ് ഉണ്ടായിരുന്ന ആളുകളാണ്. ഒരു പക്ഷേ ഇത് ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. വളരെയധികം ഒബ്സഷൻ ഉണ്ടായിരുന്ന അഡിക്ഷൻ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. അൺകണ്ടീഷണൽ ലവ് കൊടുത്തിരുന്ന റിലേഷൻഷിപ്പാണ്. ഒരു മദർലി അഫെക്ഷനോടുകൂടി നിങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കണം നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടാവുക. ഇപ്പം നിങ്ങൾ വല്ലാതെ അയാളെ അഡ്മയർ ചെയ്യുന്നുണ്ട്, വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വല്ലാതെ ഹീൽ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഹീൽ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുകയും എന്നാൽ ഹീൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി. അതായത് യു നീഡ് ടു ബി ഹീൽഡ്. നിങ്ങളിപ്പോഴും ഹീലിംഗ് ആവശ്യപ്പെടുന്ന ആളാണ്, പക്ഷേ ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ അയാളെ കാത്തിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ പുറമേ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഇന്നർമോസ്റ്റ് കോർ പറയുന്നത് യു ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് പേഴ്സൺ എന്നാണ്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾക്ക് രണ്ടാമതൊരു എനർജിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിനെ ഓപ്പൺ ആക്കി വയ്ക്കാനോ നിങ്ങൾ ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു സൊല്യൂഷനിലേക്ക് പോകാനോ നിങ്ങൾ തയ്യാറല്ല എന്നാണ് ഈ ക്വീൻ ഓഫ് കപ്പിൻ്റെ എനർജി പറയുന്നത്. ഇത് നിങ്ങൾ അതിലേക്ക് മാത്രം ഈ കപ്പ് ഓഫ് ലവിലേക്ക് മാത്രം നോക്കി നിൽക്കുന്നതായിട്ട് ഈ കപ്പ് ക്ലോസ്ഡ് ആണ്. ഇനി അതിലേക്ക് മറ്റൊരു എൻട്രി ഇല്ലാത്തതുപോലെയാണ് കാണുന്നത്. അതായത് നിങ്ങൾ അത്രത്തോളം അഡിക്റ്റീവാണ് ഈ വ്യക്തിയിലെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് പക്ഷേ മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ അയാളെ കാത്തിരിക്കുന്നു. അൺകണ്ടീഷണൽ ലവുമായിട്ട് നിങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു എന്നാണ് പ്രസൻറ്റ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോയിരുന്നാൽ മതി. ഫ്യൂച്ചറിൽ എംപററാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു എംപററിന് ഈഗോയാണ്. ഈ പറഞ്ഞ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ശരിക്കും ഒരു കൺട്രോൾ ചെയ്ത് മാറി നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അയാൾക്ക് തിരിച്ച് ഫ്യൂച്ചറിൽ എംപറർ എന്ന് പറയുമ്പോൾ അയാൾ ഈഗോ സെൻട്രിക് ആയിട്ടാണ് കാണുന്നത്. അയാൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾക്കൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളതായിട്ടും അയാളുടെ ഈഗോ ഹേർട്ട് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ അയാൾക്ക് വളരെ ഈഗോയിസ്റ്റ് ആണ് അയാൾ രണ്ട് പേഴ്സണാലിറ്റി ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു മുഖമല്ലാതെ മറ്റൊരു മുഖം അയാൾക്കുണ്ട്. അപ്പോൾ അയാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അയാളുടെ ഈഗോയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് എംപറർ എന്ന് പറയുന്നത്. എംപററിന് ക്ലാരിറ്റി ഏസ് ഓഫ് കപ്സും 9 ഓഫ് സോർട്സും ആണ്. അപ്പോൾ അവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം ഏസ് ഓഫ് കപ്സ് അയാൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ വളരെ സന്തോഷമൊന്നുമല്ല. 9 ഓഫ് സോർട്സ് ആണ്. വളരെ മെൻ്റൽ പ്രഷറിലൂടെ അയാൾ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളോട് ചെയ്തിട്ടുള്ള പ്രവൃത്തിയുടെ ഫലം ഇപ്പോൾ ഒരുപക്ഷെ അയാൾ അനുഭവിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. 9 ഓഫ് സോർട്സ് ആണ്. അതുപോലെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കൺട്രോൾ ചെയ്തിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അയാൾ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അയാൾ ഈഗോയിസ്റ്റ് ആണ്. അയാൾ വിട്ടു തരാൻ തയ്യാറല്ല. അയാൾ സറണ്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അയാളിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിട്ടും അയാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തിരിച്ചു വരാനായിട്ട് തീരെ താല്പര്യപ്പെടുന്നതായിട്ട് കാണുന്നില്ല. മെൻ്റൽ പ്രഷറൊക്കെ ഉണ്ട്, പക്ഷേ അയാളൊരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ ഇതിൻ്റെ ബോട്ടം, ഈ റിലേഷൻഷിപ്പിൻ്റെ ബോട്ടം കാണുന്നത്
ഫൈവ് ഓഫ് സോഡ്സ് ആണ്. അതായത് അയാൾ ശരിക്കും ഒരു സ്വാർത്ഥനായ വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അയാൾ ഒട്ടും ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. നിങ്ങൾ ഒരുപാട് സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോഴും നിങ്ങൾക്കറിയാം ആ കൊടുത്തതിൻ്റെ 1% പോലും സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങളെ അയാൾ ഹേർട്ട് ചെയ്തിട്ടായിരിക്കും സ്നേഹിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്നത് അയാൾ ഹേർട്ട് ചെയ്യുന്നത് സ്നേഹം കൊണ്ടാണെന്നായിരിക്കും. പക്ഷേ നിങ്ങളെ ഇമോഷൻസിനെ അയാൾ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴും അയാൾ ചെയ്യുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക എന്നാണ്. അയാൾ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അയാൾ നിങ്ങളെ ഹേർട്ട് ചെയ്തും ഇൻസൾട്ട് ചെയ്തും സന്തോഷിക്കുന്നുണ്ട്. വളരെ സ്വാർത്ഥനായിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ഒരു ചതി തന്നെയാണ്, ശരിക്കും ഡെലിബറേറ്റ് ആയിട്ടുള്ള മനഃപൂർവ്വമായ കരുതിക്കൂട്ടിയുള്ള ഒരു ചതി തന്നെ നടന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കാർമിക് റിലേഷൻഷിപ്പാണ്, അതുകൊണ്ടാണ് ഡബിൾ കാർഡൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് നിങ്ങൾ ഇതിൽ നിന്ന് റിക്കവേർഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ഇനിയും നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലേക്ക് വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് ഇനി പഴയ പോലെ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യത കുറവാണ്. ആ റിലേഷൻഷിപ്പ് ഓൾമോസ്റ്റ് ഡൺ ആണ്, ഓൾമോസ്റ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. അതൊരു നിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയുള്ളതായിരുന്നു. നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിപ്പോൾ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ടാരോ റീഡിങ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾക്കിപ്പം അവരില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടാവും. എങ്കിലും ഇടയ്ക്കൊക്കെ നിങ്ങൾ അവരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ മിസ്സിങ് അവിടെ ഇരുന്നോട്ടെ, അതൊരു സുഖമുള്ള ഓർമ്മയല്ലേ, അതവിടെ ഇരുന്നോട്ടെ. ആ ഒരു മിസ്സിങ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, ആ അധ്യായം കഴിഞ്ഞു. അതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. തീർച്ചയായിട്ടും ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡാകുമ്പോൾ അതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, നല്ലൊരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ അനുഭവിച്ച പെയിനിന് തീർച്ചയായിട്ടും ഒരു നല്ല ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങൾ സ്പിരിച്വലി ഇപ്പോൾ വളരെയധികം ഗ്രോ ചെയ്തിട്ടുണ്ടാവും. വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പറ്റും. അപ്പോൾ ഇതൊരു അനുഭവമാണ്, പാഠമാണ്. നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്തും കരുതലുമാണ് ഈ വന്നിട്ടുള്ള റിലേഷൻഷിപ്പ്. നിങ്ങളെ നല്ലൊരു പാഠമാണ് ഇത് പഠിപ്പിച്ചിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഊന്നിയായിരിക്കണം നിങ്ങളുടെ ബാക്കിയുള്ള ലൈഫ് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്ത ആളുകൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ പദ്ധതികൾ ഇങ്ങനെ ഈ അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ്. ഇനി സെക്കൻഡ് പൈല്, ഈ കാർഡ്, ഇത് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ കാർഡ് നോക്കാം. നിങ്ങൾക്ക് ഈ ഫസ്റ്റ് കാർഡ് അല്ലെങ്കിൽ ഫസ്റ്റ് പൈല് സെലക്ട് ചെയ്തവർക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എത്ര പേർക്ക് റെസണേറ്റ് ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈല് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് സെക്കൻഡ് പൈല് സെലക്ട് ചെയ്ത ആളുകളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് നോക്കാം. സെക്കൻഡ് പൈല് സെലക്ട് ചെയ്ത ആളുകളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. സെക്കൻഡ് പൈല് സെലക്ട് ചെയ്ത ആളുകളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. നോക്കാം. സെക്കൻഡ് പൈല് സെലക്ട് ചെയ്തവരുടെ പാസ്റ്റ് 4 ഓഫ് കപ്സ് ആണ്. പ്രസൻറ്റ് അവിടെയും ഡബിൾ വന്നിട്ടുണ്ട്. ഫ്യൂച്ചർ ചാരിയറ്റ് ആണ്. ഓക്കെ, ബോട്ടം വന്നിട്ടുള്ളത് കിങ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് ഇപ്പോൾ നിലവിൽ നിങ്ങൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുന്നതായിട്ടാണ്. പ്രസൻറ്റിൽ ഒരു ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങൾ ഈ തേർഡ് പാർട്ടി എൻട്രീനെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഇതിൽ പാസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഒരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ പ്രശ്നമാണ് നടന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. അതായത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആവുന്നത് വളരെ യാദൃശ്ചികമായിട്ടായിരിക്കും റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ റിലേഷൻഷിപ്പിലേക്ക് ആയതിനു ശേഷം നിങ്ങൾക്ക് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതൊരു തെറ്റായ തീരുമാനമായി പോയി എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്കിടയിൽ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ വെച്ചിട്ട് മറ്റുള്ളവരെ വെച്ചിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യുക, നിങ്ങളെ ഹേർട്ട് ചെയ്യുക,
നിങ്ങളെ മാനസികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി നോവിക്കുക, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കുത്തി നോവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുക, വേണ്ടായിരുന്നു അല്ലെങ്കിൽ മടുപ്പ്, ഈ റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു എന്ന് പാസ്റ്റിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മടുപ്പ് റിലേഷൻഷിപ്പിൽ വന്ന് ഇടയ്ക്ക് പോകും വരും ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആയിട്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് മൂന്നാമത് ആളുകളുടെ എൻട്രി ഉള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി മടുത്തിരിക്കുമായിരുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടേക്ക് ഒരു തേർഡ് പാർട്ടി എൻട്രി വന്നതായിട്ടാണ് കാണുന്നത്. പ്രസൻറ്റിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ട്, നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം. അവിടെ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് ഉള്ളത്. വളരെ വിസിബിൾ ആണ്, വളരെ സ്ട്രോങ് ആണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു മടുപ്പ് വന്നതെന്ന് നോക്കട്ടെ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പാസ്റ്റിൽ വല്ലാത്തൊരു മടുപ്പ് ഫീൽ ചെയ്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്തത്? എന്തുകൊണ്ടാണ് പാസ്റ്റിൽ നിങ്ങൾക്കൊരു മടുപ്പ് ഫീൽ ചെയ്തത്? എന്തുകൊണ്ടാണ് 4 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഒരു പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സൺ ഒരു എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉള്ള ആളായിരുന്നിരിക്കാം. ഒരു മദ്യപാനമോ അങ്ങനെയുള്ള എന്തെങ്കിലും അഡിക്ഷനോ മറ്റുള്ള ആളുകളായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ സ്നേഹിക്കാതിരിക്കുക, നിങ്ങൾക്ക് അല്ലാത്ത മടുപ്പ് ആ റിലേഷൻഷിപ്പിൽ തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ലവേഴ്സും ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, അയാൾക്ക് എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓൾറെഡി ഇയാൾക്ക് വേറെ റിലേഷൻഷിപ്പുകൾ, അതുപോലെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഹീറോഫൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഓൾറെഡി മറ്റ് റിലേഷൻഷിപ്പുകളോ ഒക്കെ ഉണ്ടായിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ മാറി നിന്നായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മടുപ്പ് ഫീൽ ചെയ്തിട്ടുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ആൾക്കൊരു ഫ്ലേർട്ടി എനർജിയാണ്, അയാൾക്ക് വേറെ റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി നിങ്ങൾ ഒരു കാർമിക് സിറ്റുവേഷൻ ഫേസ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം. നിലവിൽ ആ സിറ്റുവേഷൻ പേഴ്സിസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആ തേർഡ് പാർട്ടി വിസിബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് നേരിട്ടറിയാം നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ള ആളുകളോടൊപ്പമാണ് ഉള്ളത്. അവരാണിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നതായിട്ടും നിങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ കൂടെയും ഡിപ്രഷനിലൂടെയും പോകുന്നതായിട്ടും കാണുന്നുണ്ട്. എന്ന് പറയുന്നത് ഡബിൾ എനർജി വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻറ്റക്കിൾസും 8 ഓഫ് വാണ്ട്സും ക്യൂൻ ഓഫ് സോഡ്സും ആണ്. അതായത് ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുടെ സർവൈലൻസിലാണ്, അവരതിനെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അതിന് കൃത്യമായി ഉത്തരം പറയാതെ മൗനമായിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ 8 ഓഫ് വാണ്ട്സ് കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. അപ്പോൾ ഈ ക്യൂൻ ഓഫ് സോഡ്സ് നോക്കുന്നത് 8 ഓഫ് വാണ്ട്സിലേക്കാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. ഒരു ലേഡിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളത്. അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. അവർ നിങ്ങളുടെ പേഴ്സണെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. മേ ബി അയാളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ. വളരെ സ്ട്രോങ് മീൻസ് അയാളെ കാർക്കച്ചിക്കാരിയായിട്ടുള്ള ഒരാൾ, അയാളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. 8 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ 8 ഓഫ് വാണ്ട്സിലേക്കാണ് അവർ നോക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ മെസ്സേജസ്, വാട്സപ്പ്, നിങ്ങളുടെ കോൾസ് അതൊക്കെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇവരുടെ കൺട്രോളിലാണ്. ഇയാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സൈലൻ്റ് ആയി പോയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ നിയന്ത്രണത്തിൽ, തേർഡ് പാർട്ടിയുടെ കൃത്യമായ അജണ്ടയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്നാൽ കൃത്യമായ ആക്ഷനൊട്ട് എടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. എന്നാൽ ഫസ്റ്റ് പൈലിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇവിടെ അയാൾ നിസ്സഹായനാണ്, അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ഓക്കെ, ഇനി ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ചാരിയറ്റാണ്. അയാൾ എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ചാരിയറ്റ് എനർജി പറയുന്നത് അയാൾ അതിൻ്റെ പാരമ്യതയിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റത്ത് പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഈ റിലേഷൻഷിപ്പ് പൂർണ്ണമായും ബ്രേക്കപ്പായി ഡെഡായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിന്ന് ഈ പേഴ്സൻ്റെ ഒരു ആത്മബലം കൊണ്ട് മാത്രം ഈ റിലേഷൻഷിപ്പ് റീഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ ചാരിയറ്റാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് കാണുന്നത്. ഇവിടെ
ബോട്ടം ഡെക്ക് വന്നേക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ അയാളുടെ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് അയാൾ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേഴ്സണ് മുൻപ് ലവേഴ്സിൻ്റെ എനർജി ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇയാൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, നിങ്ങൾക്കത് അറിയാവുന്നതാണ്. നിലവിൽ അയാൾ മാറി നിൽക്കുന്നത് അയാളുടെ നിവൃത്തിയോട് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയാൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇയാൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ്. എങ്കിൽ പോലും ഇയാളൊരു ഫ്ലേർട്ടി എനർജിയാണ്. അതുകൊണ്ട് തിരിച്ചു വന്നാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അയാളെ സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതായത് നിങ്ങളെ തള്ളി പറഞ്ഞിട്ടാണ് അയാൾ പോയിട്ടുള്ളത്, മാറി നിൽക്കുന്നത്. അയാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇയാൾ മുൻപും അത്ര നല്ല വെടിപ്പായ ഒരാളൊന്നും അല്ല. അപ്പോൾ തീരുമാനം നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അയാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ വ്യക്തിയെ സെലക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് കാർഡ് അല്ലെങ്കിൽ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ റീഡിംഗ് എന്ന് പറയുന്നത്, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഇത് ഏതാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയെന്ന് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. റീഡിങ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് കാർഡാണ് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ അത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് തന്നെ എടുക്കുക. ഓക്കെ, ഏജ് റെസ്ട്രിക്ഷൻ അടിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് കാണുന്നത്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ട റെസൊനേറ്റ് ചെയ്യുന്നുണ്ടത് മാത്രം എടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. റീഡിങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. പിന്നെ ചാനലിൻ്റെ മുന്നോട്ടുള്ള എല്ലാ സപ്പോർട്ടിലും നിങ്ങളുണ്ടാവണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.